പ്രിയ സുഹൃത്തുക്കൾക്ക് നമസ്കാരം. എൻ്റെ പേര് NG സുദർശൻ. ഞാൻ ബേസിക്കലി ന്യൂമറോളജിസ്റ്റാണ്. നെയിം അനാലിസിസ് എൻ്റെ ഒരു പാഷനാണ്. നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ആരും ഇതുവരെ പഠിപ്പിച്ചിട്ടില്ലാത്ത അത്ര കൃത്യമായിട്ടുള്ള ഒരു സയൻസാണ്. നിങ്ങളൊരു വ്യക്തിയെക്കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന ഒരു വ്യക്തിയെക്കുറിച്ചായിരിക്കും പറയാൻ പോകുന്നത്. ആദ്യം നാം നോക്കാൻ പോകുന്നത് പ്രശസ്ത സിനിമാ നടൻ, നമുക്കെല്ലാം സുപരിചിതനായ നമ്മുടെ ലാലേട്ടൻ അഥവാ മോഹൻലാൽ എന്നുള്ള പേരാണ്. അദ്ദേഹത്തിന് മോഹൻലാൽ സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം മോഹൻലാൽ വിശ്വനാഥൻ എന്നാണ് ഇപ്പോഴും ഒഫീഷ്യലായിട്ട് ഉപയോഗിക്കുക. പക്ഷേ നാം എല്ലാം അറിയുന്നത് അദ്ദേഹത്തെ മോഹൻലാൽ എന്ന പേരിലാണ്. MOHANLAL 8 അക്ഷരമാണ്. 8 അക്ഷരത്തിൽ എമ്മിന് 4, ഒയ്ക്ക് 7, എച്ചിന് 5, എയ്ക്ക് 1, എന്നിന് 5, എല്ലിന് 3, എയ്ക്ക് 1, വീണ്ടും എല്ലിന് 3. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 4 വഴി 16, 1, 17, 5, 22, 3, 25, 26, 3, 29. അപ്പോൾ 8 അക്ഷരം എന്ന് പറയുന്നത് നമ്മളിവിടെ മെൻ്റൽ നമ്പറായിട്ട് കണക്കാക്കണം. അത് മാനസിക തലത്തെ കാണിക്കുന്നത്. നമ്പർ ഓഫ് ലെറ്റേഴ്സ് എപ്പോഴും മെൻ്റൽ സ്റ്റേജ് ഓഫ് പേഴ്സൺ ആണ് കാണിക്കുന്നത്. അപ്പം മെൻ്റൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മാനസിക തലം, ഇഷ്ടാനിഷ്ടങ്ങൾ, പുള്ളിയുടെ കർത്തവ്യബോധം, മനസ്സിലുണ്ടാകുന്ന ആ ഒരു ഉദ്ദേശ കാര്യങ്ങളുമൊക്കെ അത് 8 പറയുന്നത് കൊണ്ട് തന്നെ അതിനകത്ത് 8 ശനിയാണ്. ഇപ്പോൾ ശനിയുടെ പ്രധാന ഇതെന്ന് ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ദൻ എന്നാണ് അർത്ഥം. നമ്മൾ സാധാരണ ജ്യോതിഷത്തിലൊക്കെ എഴുതുന്ന മന്ദത. ഒരു രാശിയിൽ നിന്ന് 2.5 വർഷത്തോളം നിന്നാണ് ശനി സൂര്യനെ ചുറ്റുന്നത്. അതായത് 30 വർഷം വേണം അതിന് സൂര്യനെ ഒന്ന് വലം വെച്ച് വരാനായിട്ട്. നമ്മുടെ ഒരു വർഷം എന്ന് പറയുന്നത് പോലെ നമ്മുടെ നവഗ്രഹങ്ങളിൽ ഏറ്റവും സ്ഥിരതയുള്ളത് ശനിക്കാണ്. ഓരോ രാശിയിലും 2.5 വർഷം വീതം നിന്ന് പോകുന്നു എന്നുള്ളതാണ്. അപ്പം ആ സ്ഥിരത, അതുപോലെ തന്നെ സ്ഥിരതയ്ക്കപ്പം എന്താണ് പരിവർത്തനം പെട്ടെന്ന് നടക്കാത്തതെന്നാണ്. സ്ഥിരത എന്ന് പറയുമ്പോൾ പഴയത് പെട്ടെന്ന് മാറ്റമില്ലാത്തത്. അപ്പോൾ പഴയ കാലങ്ങളിലുള്ള സംഗതികൾക്കൊക്കെ ഇപ്പോഴും അദ്ദേഹത്തിന് വലിയ താല്പര്യമാണ്. ആൻറ്റിക്വിറ്റി അതിൻ്റെ ഒരു പ്രധാന സാധനമാണ്. പഴയ മൂർത്തികൾ, ക്ലോക്ക്, വാച്ച്, ഇതൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര. അപ്പോൾ അതിലൊരുപാടൊരു കളക്ഷൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പം അത് ശനിയുടെ ഒരു സ്വഭാവം കൊണ്ടാണ്. ശനി അഭിമാനിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ആ സ്വഭാവത്തെക്കുറിച്ചാണ് ഇവിടെ മെൻ്റൽ ഉദ്ദേശിക്കുന്നത്. നമ്പർ ഓഫ് ലെറ്റേഴ്സാണ് അതിന് കാരണക്കാർ. അപ്പോൾ നിങ്ങളുടെ പേരിനകത്ത് നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഈസിയായിട്ട് നിങ്ങളുടെ ആ ഒരു മാനസിക തലം, ആ നമ്പർ ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ വെച്ച് നോക്കുമ്പോൾ, ഇതിപ്പം നമ്പർ 8 എന്ന് പറയുന്ന സംഖ്യയുടെ ഇൻ്റർപ്രിറ്റേഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ മാനസിക തലം കിട്ടും. ഇവർ കലാകാരന്മാരായതുകൊണ്ട് അവർക്ക് റിട്ടയർമെൻറ്റ് വളരെ കുറവാണ്. കാരണം ഓരോ കാലഘട്ടത്തിലും മാറുന്ന രൂപത്തിനനുസരിച്ചുള്ള റോളുകൾ അവർ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടൊക്കെ അവർക്ക് എപ്പോഴും എലൈവായിട്ട് നിൽക്കാൻ പറ്റും. ഇതിനകത്ത് ഏതെങ്കിലും ഇതിൽ 8 വന്നു കഴിഞ്ഞാൽ, 8ൻ്റെ ഗുണിതങ്ങളോ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നീതി നിയമവുമായിട്ടുള്ള ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒന്ന് ജീവിതത്തിൽ എപ്പോഴെങ്കിലും സംഭവിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്ത് പറ്റി, ആൻറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് യൂണിഫോം ഇട്ടവരെ കാണേണ്ടി വന്നു, കോടതി വ്യവഹാരങ്ങൾക്ക് പോകേണ്ടി വന്നു. അതൊക്കെയാണ്. അപ്പം 8ൻ്റെ ഒരു സ്വഭാവ വൈശിഷ്ട്യമാണ്. അതുപോലെ തന്നെ യൂണിഫോം സ്വയം ഇടുക. ഇപ്പം ഒരു സിനിമക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു റോളിന് വേണ്ടി ചെയ്തെങ്കിലും അത് പ്രൊഫഷണലായിട്ടല്ല. പക്ഷേ അദ്ദേഹം എന്ത് പറ്റി, ടെറിട്ടോറിയൽ ആർമിയിൽ ജോയിൻ ചെയ്ത് അദ്ദേഹം അവിടുത്തെ ചീഫ് ഒക്കെ ആയിട്ടുള്ള ആ ഒരു യൂണിഫോമൊക്കെ അദ്ദേഹത്തിന് കിട്ടിയെന്നുള്ളതാണ് സ്വന്തമായിട്ട്. അപ്പം അതിൻ്റെയൊക്കെ പ്രധാന കാരണം 8 എന്ന് പറയുന്നത് മാനസിക തലമാണ്. എല്ലായിടവും അദ്ദേഹം ഡിസിപ്ലിൻ കൊണ്ടുവരിക, നീതി നിയമം കൊണ്ടുവരിക, അപ്പം സ്ഥിരതയോടുകൂടി ഒരു പ്രൊഫഷണൽ തന്നെ നിൽക്കുക. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വൈശിഷ്ട്യം എന്ന് പറയുന്നത് ഈ നമ്പർ ഓഫ് 8ൽ നിന്ന് കിട്ടുന്ന മെൻ്റൽ സ്റ്റാറ്റസിൻ്റെ വകയാണ്. വെച്ചാൽ മെൻ്റലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനങ്ങൾ എപ്പോഴും ഒരിടത്ത് തന്നെ പിടിച്ചു നിൽക്കുക, അതിൽ തന്നെ മാക്സിമം പല രൂപത്തിലുള്ള സസ്റ്റെയിൻ ചെയ്യുക ലൈഫിനെ. അതാണ് നമ്പർ 8 കാണിക്കുന്നത്. അപ്പം മെൻ്റൽ നമ്പർ മാനസിക തലം കാണിച്ചു. അടുത്തത് ഈ കാർമിക് നമ്പർ, ഇതിൻ്റെ എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള കിട്ടുന്ന 29 എന്ന് പറയുന്നത് അത് കാർമിക്കാണ്. കാർമിക് നമ്പർ എന്ന് പറഞ്ഞാൽ കർമ്മരംഗം എന്തായിരിക്കും എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ 29 എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് നമ്പറാണ്. അത് റെസ്റ്റ്ലെസ് ആണ്. അതായത് 29 2 + 9 = 11 വന്നു. അടുത്ത സ്റ്റെപ്പിൽ 11 പിന്നെ വീണ്ടും 1 2 ആക്കിയപ്പോൾ 2 എന്ന് പറയുന്ന അപ്പം താഴത്തേത് റൂട്ട് നമ്പർ ആകുന്നിടം വരെ. ഈ സിംഗിൾ നമ്പറിനെ ഞാൻ റൂട്ട് നമ്പറായിട്ടാണ് വിളിക്കാറുള്ളത്. കാരണം അത് നമ്മളിലേക്ക് റൂട്ട് ചെയ്യപ്പെടുന്ന നമ്പറാണ്. അപ്പോൾ ഇവിടെ ചന്ദ്രനാണ്. ചന്ദ്രനെ ആകാശത്ത് കണ്ടു കഴിഞ്ഞാൽ 29 എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ നമ്പറാണ്. അതല്പം നെഗറ്റീവായിട്ടുള്ള നമ്പറാണ് 29. പക്ഷേ 11ഉം 2ഉം ഒക്കെ ചന്ദ്രൻ്റെ തന്നെ മറ്റു ഭാവങ്ങളാണ്. അപ്പോൾ ചന്ദ്രൻ അതിൻ്റെ റൂട്ട് നമ്പർ ആകുമ്പോൾ ചന്ദ്രനെ ആകാശത്ത് ഇവിടെ കാണുന്ന ചന്ദ്രനെ കുറച്ച് കഴിയുമ്പോൾ മറ്റിടത്ത് കാണാം. അപ്പോൾ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഇതാണ് ചന്ദ്രൻ. ഭൂമിയുടെ കൂട്ടോ മറ്റു ഗ്രഹങ്ങളുടെ കൂട്ടോ
പതുക്കെയല്ല, അത് പെട്ടെന്നാണത്. കാരണം നമ്മുടെ സാറ്റലൈറ്റ് ആയതുകൊണ്ട് അതിങ്ങനെ പെട്ടെന്ന് പാഞ്ഞു പോകുന്നതായിട്ടാണ്. അപ്പോൾ ചന്ദ്രൻ എപ്പോഴും റെസ്റ്റ്ലെസ് ആണ്. ഒരിടത്ത് നിൽക്കുമ്പോൾ മറ്റൊരിടത്ത് നിൽക്കുക, ഒരു ദിവസം തന്നെ പല സ്ഥലങ്ങളിൽ പോയി കമ്മിറ്റഡ് ആകുക, അവിടെയെല്ലാം അവരുമായിട്ടൊക്കെ ബന്ധപ്പെടുക. ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഇപ്പോഴും അദ്ദേഹം തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. 19 വർഷത്തോളമായിട്ട് അദ്ദേഹം ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആ റെസ്റ്റ്ലെസ്നെസ് കൊണ്ടാണ്. എപ്പോഴും റെസ്റ്റ്ലെസ്. അതുപോലെ തന്നെ മെൻ്റൽ നമ്പർ എന്നാണ്, കമ്മിറ്റഡ് ആണ്. എപ്പോഴും എല്ലാത്തിനകത്തും പുള്ളി നിൽക്കുന്ന ജോലി തൊഴിലിൽ സ്ഥിരമായിട്ട് നിൽക്കാനുള്ള ഒരു മനസ്സ്, അതിന് നീതി, ന്യായം, ഡിസിപ്ലിൻ കൊണ്ടുവരാനുള്ള മനസ്സ്, അതും ഈ റെസ്റ്റ്ലെസ്നെസ് കൂടെ വന്നപ്പോൾ, അതായത് വിശ്രമമില്ലായ്മയും കൂടെ വന്നപ്പോൾ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു റിസൾട്ടാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ മെൻ്റൽ നമ്പറും കാർമിക് നമ്പറും കൂടെ ചേർന്നപ്പം ഡെസ്റ്റിനി എന്തായി, അവൻ്റെ വിധി എന്തായി, അദ്ദേഹത്തിൻ്റെ 29 തൊട്ട് 37 വന്നു, പിന്നെ 19 വന്നു, പിന്നെ 10 വന്നു, 1 വന്നു. കാരണം ആദ്യം മെൻ്റൽ നമ്പർ 8 റിപ്പീറ്റ് ചെയ്ത് എഴുതി പോകണം. കാർമിക് നമ്പർ റൂട്ട് ആവുന്നിടം വരെ, ഇപ്പോൾ സിംഗിൾ ഡിജിറ്റ് ആവുന്നിടം വരെ അത് തന്നെ എഴുതി പോവുക. അപ്പോൾ ഇവിടെ ഇപ്പം ഓൾറെഡി മെൻ്റൽ നമ്പർ ഡിജിറ്റ് സിംഗിൾ ആയതുകൊണ്ട് തന്നെ അത് ലാസ്റ്റിൽ 2 വരുമ്പോഴത്തേന് 8 2 10 എഴുതി, പിന്നെ 10 1 0 1. അപ്പോൾ ഇവിടെ എത്ര ഡെസ്റ്റിനിയാണ് കിട്ടിയിരിക്കുന്നത്? 37 കിട്ടി. 29 തൊട്ട് 37 കിട്ടി. 8ഉം 11ഉം 19 കിട്ടി. പിന്നെ 8ഉം 2 10 കിട്ടി. പിന്നെ 8 2 10 1 0 1 കിട്ടി. അപ്പോൾ 37 എന്ന് പറഞ്ഞാൽ സൂര്യനാണ്, സൂര്യാധിപത്യം. രണ്ടാമത്തേത് 19 എന്ന് പറഞ്ഞാൽ ഏറ്റവും പവർഫുൾ നമ്പറാണ്. 19 ഒരാളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഭയങ്കര ഈഗോ ആയിരിക്കും, ചക്രവർത്തിയുടെ കൂട്ടുള്ള ഒരു മനോഭാവമായിരിക്കും. അപ്പോൾ എപ്പോഴും അദ്ദേഹം ആ 8ഉം 11ഉം 19 എന്ന് പറയുന്ന ആ നമ്പറിൽ ശരിക്കും അദ്ദേഹം ആ ലീഡർഷിപ്പ്. അപ്പം ചിലർ കണ്ടിട്ടില്ലേ, ആദ്യമൊക്കെ നായകന്മാരൊക്കെ ആയിട്ട് അഭിനയിച്ചു, പിന്നീട് പെട്ടെന്ന് അവർക്ക് ആ പദവിയൊക്കെ നഷ്ടപ്പെട്ടു. പിന്നെ കിട്ടുന്നത് മതിയെന്നുള്ള രീതിയിൽ അവർ പിന്നെ സഹനടനായിട്ടും വില്ലനായിട്ടും ഒക്കെ അഭിനയിച്ച് മാറുന്നവരുണ്ട്. പക്ഷെ ഇദ്ദേഹം ആദ്യ കാലങ്ങളിലെല്ലാം കഴിഞ്ഞ് ഒരിക്കൽ ഹീറോ ആയി കഴിഞ്ഞിട്ട് പിന്നെ ഇതുവരെ താഴേക്ക് നോക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹം എപ്പോഴും ലീഡർഷിപ്പിലാണ്. അദ്ദേഹം സ്ക്രീനിൽ വന്നു കഴിയുമ്പോൾ സ്ക്രീനിൽ അങ്ങ് നിറയുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ലീഡർഷിപ്പ്, അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെസ്റ്റിനി നമ്പർ ഈ 1 വന്ന നമ്പർ 1 37 19 10 1 വന്നപ്പോഴത്തേനും അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ആ ഒരു നേതൃസ്ഥാനത്ത് അദ്ദേഹത്തിന് വേണ്ടി സ്ക്രിപ്റ്റ് തയ്യാറാക്കി അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ആ സ്പേസ് കൊടുക്കുകയാണ് സിനിമയിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നേതൃസ്ഥാനത്ത് വന്നത് കൊടുങ്കാറ്റ് പോലെയാണ് അദ്ദേഹത്തിൻ്റെ എൻട്രിയും കാര്യങ്ങളും ഒക്കെ അല്ലേ. അത് ആ ഒരു 37 19 10 1 ഒരു ഗുണം കൊണ്ടാണ്, ആ ഒരു വൈഭവം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും അദ്ദേഹത്തിന് ആ ഒരു അത് 8 പറയുന്ന ആ നിർബന്ധ ബുദ്ധിയുണ്ട്, 29 എന്ന് പറയുന്ന റെസ്റ്റ്ലെസ്നെസ് ഉണ്ട്. കാരണം പ്രൊഡ്യൂസർ പറയുന്ന അത്രയും നേരം ടേക്ക് എടുക്കുന്നതിനും അത്രയും നേരം കാത്തിരിക്കുന്നതിനും ഒക്കെ അദ്ദേഹം തയ്യാറാണ്. കാരണം അദ്ദേഹം ഒരു ദിവസം തന്നെ 2-3 സെറ്റിലേക്കൊക്കെ പോകേണ്ടതായിട്ട് വരും, എപ്പോഴും ഓട്ടമാണ്. അപ്പോൾ ഈ നമ്പറുകളെല്ലാം കാണിക്കുന്ന ഡെസ്റ്റിനി ഏറ്റവും നല്ലതാണെങ്കിൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ ഭാവി സ്റ്റാമ്പ്ഡാണ്. ഒരു വ്യക്തിയുടെ ഡെസ്റ്റിനി സൂര്യാധിപത്യവും ശുക്രനോ പിന്നെ മെർക്കൂരിയനോ ഒക്കെ ആയി വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് തീരുമാനിക്കാം അദ്ദേഹത്തിൻ്റെ ഭാവി ഭയങ്കര ശക്തിവന്തായിരിക്കും. കാരണം എല്ലാം വെട്ടിപ്പിടിക്കുക. 19 എന്ന് പറയുന്നതൊക്കെ പിന്നെ എന്താ പറയുക, ആകാശത്തെ രാജകുമാരനാണ്. സൂര്യനെയാണത് കാണിക്കുന്നത്. അപ്പോൾ സൂര്യൻ വന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിഷ്പ്രഭമാവുകയാണ് അല്ലേ. സൂര്യൻ്റെ അതേ സ്വഭാവമാണ് ഇവിടെ 19 10ഉം 1 വന്നിരിക്കുന്നത്. സൂര്യൻ വന്നു കഴിയുമ്പോഴത്തേന് താരാഗണങ്ങളും ചന്ദ്രനും എല്ലാം ഓടി മറയും. പിന്നെ അദ്ദേഹത്തിൻ്റെ സമയമാണ് പിന്നെ അങ്ങോട്ട് അല്ലേ. അത് ആ ഒരു തീക്ഷ്ണത ഈ മോഹൻലാലിലും ഉണ്ട്. അദ്ദേഹം ഇവിടെ വന്നാലും ആദ്യത്തെ ഏത് സീനിൽ നിന്നാലും അദ്ദേഹം കഴിഞ്ഞേ ഉള്ളൂ ബാക്കി എല്ലാവരുടെയും ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ. മോഹൻലാൽ എന്ന പേരിനകത്ത് എന്തുകൊണ്ടാണ് അതിപ്പോഴും ആ നേതൃസ്ഥാനത്ത് നിൽക്കുന്നത്? ഏത് ഭാഷയിൽ ചെന്നാലും അദ്ദേഹത്തിനൊരു കസേര ഇട്ടിരിക്കാൻ പറയും. അദ്ദേഹത്തിനൊരു സ്പേസ് ഉള്ളത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഈഗോ, സൂര്യൻ ഈഗോയിക്കാണ്. അപ്പോൾ ആ ഈഗോ അവിടെ എപ്പോഴും നേതൃസ്ഥാനത്ത് നിൽക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് എന്ത് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കാനും തയ്യാറാണ് 29 കാർമിക് നമ്പറായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കർമ്മത്തിൽ എപ്പോഴും റെസ്റ്റ്ലെസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്പർ 2 ഫെമിനൈനാണ്. നമ്പർ 1 ഡെസ്റ്റിനി സൂര്യനാണെങ്കിലും നമ്പർ 2 കാർമിക് നമ്പർ, കർമ്മരംഗത്ത് നമ്പർ 2 വന്നത് അത് സൂര്യൻ 1 ചന്ദ്രൻ 2 ഫീമെയിലാണ്. അപ്പം മറ്റേത് അച്ഛനാണെങ്കിൽ ചന്ദ്രൻ അമ്മയാണ്. അപ്പോൾ ഇവിടെ ഒരു ഫെമിനിയൻ നേച്ചർ കൂടെ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് ഈ ഭരതനാട്യമൊക്കെ കളിക്കാനും ഡാൻസ് ഒക്കെ ചെയ്യാനും ഒക്കെ അദ്ദേഹത്തിന് വലിയ താല്പര്യമുള്ളത്. അതുപോലെ കുക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യം. അതെല്ലാം ഈ ഫെമിനിയൻ നേച്ചർ കൊണ്ടാണ്. നല്ല പിന്നെ എവിടെ ചെന്നാലും ആഹാരം വയ്ക്കാനൊക്കെ അദ്ദേഹത്തിന് താല്പര്യമാണ്. അതുപോലെ സ്ത്രീകളെ വർണ്ണിക്കുമ്പോൾ അവരുടെ പിന്നെ കണ്ണുകളെ എത്ര ഡിഗ്രി വരെ ചെരിയുമെന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് ആ ഒരു ഭാവം ഉള്ളിലുള്ളത് കൊണ്ടാണ്. അത് എപ്പോഴും നല്ല, അത് ശിവനുള്ളതാണ്, പരമേശ്വരന് മഹാശിവനുള്ളതാണ്. പാർവതിയോടൊപ്പം നിൽക്കുമ്പോൾ അദ്ദേഹം അല്പം ഫെമിനിയൻ നേച്ചർ കാണിക്കാറുണ്ട്.
പക്ഷേ ആ പൗരുഷം അവിടെ എപ്പോഴും ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പം 29-ഉം 8 കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ 37 എന്ന് പറയുന്ന ഡെസ്റ്റിനിയിലേക്ക് വന്നു. അതാണ് എല്ലാം വെട്ടിപ്പിടിച്ച് എല്ലായിടത്തും നമ്പർ 1. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയമുള്ളിടത്തോളം മൊത്തം അദ്ദേഹം ആ ഒരു ലീഡർഷിപ്പിൽ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പേരുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ പേരിന് മാറ്റം ഇല്ലാത്തിടത്തോളം ഈ വിധി എപ്പോഴും അദ്ദേഹത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കും. പേരുകളാണ് നമ്മളെ സ്റ്റാമ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പേരിനകത്ത് ഇതിപ്പോൾ അറിയപ്പെടുന്ന പേരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ നെയിമിൽ അദ്ദേഹത്തെ വിളിക്കാറില്ല. നമ്മളെപ്പോഴും ഇപ്പോൾ ലാലേട്ടൻ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും മോഹൻലാൽ എന്നുള്ള പേര് വെച്ചിട്ടാണ് നമ്മൾ ലാലേട്ടൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മോഹൻലാൽ എന്നുള്ള പേര് ലോകം മൊത്തവും അറിഞ്ഞപ്പോഴത്തെ ലോകരാൽ ധാരാളമായിട്ട് വിളിക്കപ്പെടുന്ന, കൂടി ജനങ്ങൾ ഒരേ സമയം വിളിക്കപ്പെടുന്ന മോഹൻലാൽ എന്നൊരു ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ചിത്രം വരുന്നത് അവരുടെ മനസ്സിൽ വരുമ്പോൾ അദ്ദേഹം അതിന് വേണ്ടിയിട്ട് ഈ മോഹൻലാലിൻ്റെ പവറാണ് അവിടെ എപ്പോഴും ഉണ്ടാകുന്നത്. ഈ ഒരു വാക്കിൻ്റെ, മോഹൻലാൽ എന്ന് പറയുന്ന ഈ ഒരു പേരിൻ്റെ പവറാണ് എപ്പോഴും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഈ റെസ്ലെസ് എന്ന് ഞാൻ പറഞ്ഞത്, വിശ്രമമില്ലായ്മ എന്ന് പറഞ്ഞത് തന്നെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഒഴിയാനും പിഴിയാനും ഒക്കെ പോവും, ആഹാരമൊക്കെ കുറേ കുറയ്ക്കും. അപ്പം നമ്മൾ വിചാരിക്കും ഇത്രയൊക്കെ ആയില്ല, ഇനിയിപ്പം ഇതിൽ കുടവേറൊക്കെ ചാടട്ടെ, അതിനുള്ള റോളും മതിയെന്നൊക്കെ ചിലർ വെക്കും. പക്ഷേ ഇദ്ദേഹം അതല്ല. അവിടെ ആ ഒരു ഈഗോ വർക്കൗട്ട് ആവുന്നതുകൊണ്ടാണ് നേതൃസ്ഥാനത്തും ആ ലീഡർഷിപ്പിൽ നിൽക്കാൻ, നായകത്വമായിട്ട് തന്നെ നിൽക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് പാടുപെടുന്നുണ്ട്. ആ 29-ൻ്റെ വിശ്രമമില്ലായ്മ ആണ് ഇദ്ദേഹത്തെ കൊണ്ട് കോട്ടയ്ക്കലൊക്കെ പോയി കിടക്കുകയും ഉഴിച്ചിലും പിഴിച്ചിലും ഒക്കെ നടത്തി ചികിത്സിപ്പിച്ച് ആഹാരത്തിലെല്ലാം നിയന്ത്രണമൊക്കെ കൊണ്ടുവന്ന് ഈ പറയുന്ന പോലെ ഗ്ലാമർ അതുപോലെ കീപ്പ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലായില്ലേ. പെൺകുട്ടികൾ ചെയ്യുന്നതാണ് പിന്നെ ഈ മേക്കപ്പുകൾ. പെൺകുട്ടികളുടെ ഒരു ഫെമിനിയൻ നേച്ചറാണല്ലോ. അപ്പോൾ അവർക്കാണ് കൂടുതലും പെട്ടെന്ന് ആ മേക്കപ്പൊക്കെ ഇടാനുള്ള പ്ലാസ്റ്റിക് സർജറിയൊക്കെ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു ആ 29/11/2 കാർമിക്കിലുള്ള ഇതാണ് അദ്ദേഹത്തിൻ്റെ കർമ്മത്തിൽ, ജീവിതത്തിലെ കർമ്മരംഗങ്ങളിൽ അദ്ദേഹത്തിന് ആ കണ്ണിൻ്റെ താഴെയുള്ള 2 ബൾജ് ചെയ്ത ഇതുണ്ടായിരുന്നു. അതായത് ദൃശ്യം സിനിമയുടെ ആദ്യത്തേതിൽ നോക്കുമ്പോൾ കാണുന്ന ആ ബൾജിങ്, അത് പിന്നെ രണ്ടാമത്തേതിനകത്ത് ഇത് എടുത്തു കളഞ്ഞു. അപ്പോൾ അതൊക്കെ പ്ലാസ്റ്റിക് സർജറിയൊക്കെ ചെയ്യാമെന്നൊക്കെ പറയുന്ന എല്ലാം ഈ സൗന്ദര്യവർദ്ധനയൊക്കെ പറയുന്ന ഈ നമ്പർ 2-ൻ്റെ ഒരു പരിപാടിയാണ്. അല്പം സ്ത്രൈണവം ഉള്ളതുകൊണ്ടാണ് അതിനൊക്കെ ഒരു ആഗ്രഹം തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ കിട്ടിയത് മതിയെന്ന് വെച്ചിട്ട് ആൾക്കാർ ഉണ്ടല്ലോ, അവരുടെ ഒന്നും പേര് നമ്പരല്ല ഇതെല്ലാം ഈ പറയുന്ന നമ്പറുകളുടെയൊക്കെ സ്വാധീനമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പക്ഷേ ഡെസ്റ്റിനി ആത്യന്തികമാണ് 37, 19, 10, 1. ഇവിടെയാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആ ഒരു നേതൃസ്ഥാനത്ത് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നതും. അപ്പം മനസ്സ് നമ്പർ 8 എല്ലാത്തിനും അതിൻ്റെ ഡിസിപ്ലിൻ കാക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാത്തിനും ഒരു നീതിന്യായമൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. 29/11/2 എന്ന് പറഞ്ഞാൽ കാർമിക് എന്ന് പറഞ്ഞാൽ കർമ്മരംഗത്ത് വിശ്രമമില്ലാത്ത ജീവിതം, അതിപ്പോഴും അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ വേണ്ടി ശരീരത്തിന് വേണ്ടിയൊക്കെ ഇഷ്ടംപോലെ വ്യായാമങ്ങളും മേക്കപ്പുകളും ചെയ്യുന്നു, സർജറികളൊക്കെ ചെയ്യുന്നു. അതുപോലെ ഉഴിച്ചിലും പിഴിച്ചിലും അരിഷ്ടമൊക്കെ കുടിച്ചും പിന്നെ ഡയറ്റിങ്ങൊക്കെ നടത്തിയൊക്കെ അദ്ദേഹം വിശ്രമമില്ലാത്ത പരിപാടികളാണ്. എന്നാൽ ഡെസ്റ്റിനി എന്താണ്? 37, 19, 10, 1 എന്ന് പറയുന്ന സൂര്യനുമാണ്. അപ്പോൾ ആ സൂര്യാധിപത്യത്തിലേക്ക് എല്ലാം വെട്ടിപ്പിടിച്ച് ഇഷ്ടംപോലെ പണവും കാര്യങ്ങളും ബിസിനസ്സും എല്ലായിടവും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ നടത്തി അദ്ദേഹം ആ ഉള്ളതിനെ വൃത്തിയാക്കി ജീവിത വിജയമാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മോഹൻലാലിനെ കുറിച്ച് പഠിച്ചു. നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചായാലും ആ കുട്ടിയുടെ പേരിൻ്റെ ദോഷം കൊണ്ടാണ് പോട്ടെ കഷ്ടം എന്നുള്ളൊരു സിമ്പതി തോന്നാനൊക്കെ ഇതിന് കാരണമാവും. മനസ്സിലായില്ലേ? നമ്മൾ മറ്റേ കുട്ടികളായാലും നമ്മുടെ കുടുംബത്തിലുള്ള നമ്മളോട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നവരായാലും എല്ലാം അവരുടെ എല്ലാം പേരിനകത്ത് ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് അവരോടൊരു സിമ്പതി ആയിരിക്കും ഉണ്ടാകുന്നത്. അത് അവരുടെ കുഴപ്പമല്ല, പേരിൻ്റേത്. അതിന് വേണ്ടിയിട്ടാണ് ഈ പേര് അനലൈസ് ചെയ്ത് പഠിക്കാനുള്ള ഒരു സംവിധാനം. എൻ്റെ കയ്യിൽ ബുക്കുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ബുക്ക് കൂടെ അയച്ചു തന്നാൽ നിങ്ങൾക്ക് എൻ്റെ വ്യാഖ്യാനങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് പിടികിട്ടും. അപ്പോൾ നിങ്ങൾക്കത് പഠിച്ചെടുക്കാനും നല്ലതാണ്. ഈ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്കത് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. എൻ്റെ കുറച്ച് ബുക്സിനെ കുറിച്ച് പരിചയപ്പെടുത്താം. പേരുകൾ വിധി പറയും. ഇത് മലയാളത്തിലുള്ളതാണ്. നാമവിശകലന ശാസ്ത്രമാണ് ഇതിനകത്ത്. അതായത് നമ്മളുടെ പേരുകൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ക്ലാസ്സാണ്. ഞാൻ എഴുതിയിരിക്കുന്ന ബുക്കെല്ലാം നിങ്ങൾക്ക് വേണ്ടുന്ന സ്കില്ലിനുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ധാരാളം ഉദാഹരണങ്ങൾ സഹിതം കൊടുത്തിട്ടുണ്ട്. അവരുടെയൊക്കെ ലൈഫിനെക്കുറിച്ച് നമുക്കെല്ലാം അറിയാവുന്ന അത്തരം പൊതുവായിട്ടുള്ള ആളുകളാണ്. വ്യവസായികളുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, ഹിസ്റ്റോറിയൻസുണ്ട്, ചരിത്രകാരന്മാരുണ്ട്. അവരെല്ലാം നമുക്ക് ഇതിലൂടെ പരിചയപ്പെടുത്തുന്നത് വഴി, അതുപോലെ ലോക്കലായിട്ട് നമ്മുടെ ജീവിതത്തിൽ നാം പത്രവാർത്തകളിലൂടെയൊക്കെ അറിഞ്ഞിട്ടുള്ള ആൾക്കാരുടെയൊക്കെ പേരുകളും ആ കാലങ്ങളിൽ എഴുതുന്ന സമയത്തുണ്ടായിട്ടുള്ള അവരെക്കുറിച്ചെല്ലാം അപ്പോൾ നമുക്കൊരു പൊതുധാരണ ഉണ്ടാക്കി ഇതെങ്ങനെയാണ് പഠിച്ചെടുക്കേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യും. ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ളത് യുവർ ലൈഫ് ഈസ് റിട്ടൺ ഇൻ യുവർ നെയിംസ്. ഇത് നമുക്ക് നോഷൻ പ്രസ്സിലൊക്കെ കിട്ടുന്നതാണ്. നോഷൻ പ്രസ് അവരുടെ ആക്സസ് വഴി ഇത്
ആമസോണിലൊക്കെ ലഭ്യമാണ്. രണ്ടാമത് ഇത് പക്ഷേ ഞാൻ നേരിട്ട് കൊടുക്കുന്നതാണ്. വൈ സം നെയിംസ് സക്സീഡ് ആൻഡ് അതേഴ്സ് ഫെയിൽ. ചില പേരുകൾ എന്തുകൊണ്ട് സക്സസ് ആവുന്നു, മറ്റ് പേരുകൾ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു. ഇതൊരു വലിയ സമസ്യയാണ്. നമുക്ക് പേരുകൾ കൊണ്ടാണ് എന്ന് നമ്മൾ ഒരിക്കൽ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഐദർ വി വിൽ ട്രൈ ടു ചേഞ്ച് അവർ നെയിംസ് ഓർ നമുക്കതിനൊരു ആൾട്ടർനേറ്റീവ്, ഒരു അവബോധം സൃഷ്ടിച്ചാലും മതി. കാരണം എൻ്റെ പേരിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, സോ ഞാൻ ആ രീതിയിൽ കെയർഫുൾ ആയിരിക്കണം. എന്ത് കാര്യങ്ങളിലും മറ്റുള്ളവരുമായിട്ടൊക്കെ ക്ലോസ് ആവുകയും ടൈപ്പ് ആവുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഡിസ്റ്റൻസ് പാലിക്കുക. നമ്മുടെ ധാരാളം പ്രൈവസി കാര്യങ്ങളൊന്നും തുറന്ന് പറയാതിരിക്കുക. അങ്ങനെയൊക്കെയുള്ള കുറേ നിബന്ധനകൾ നമ്മൾ തന്നെ മുന്നോട്ട് വയ്ക്കാവുന്നതാണ്. അപ്പോൾ അതിലൂടെ നമുക്കൊരു ആ കോണ്ടാക്ട്സ് എപ്പോഴും വൃത്തിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് ഇമോഷണൽ ബ്ലാക്ക് മെയിലിനും ഒക്കെ ആയിട്ട് പിന്നീടത് പ്രശ്നങ്ങളുണ്ടാക്കും. സാധാരണ നമ്മൾ വെട്ടിത്തുറന്ന് സൗഹൃദം കാരണം പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ അത് പിന്നീടത് അവരുടെ കയ്യിൽ അതൊരു നമുക്ക് എതിരെയുള്ള ഒരു ഉപകരണമായിട്ട് അവരത് ഉപയോഗപ്പെടുത്തും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സ്വന്തം പേരുകളെക്കുറിച്ച് പൂർണ്ണമായിട്ടും അറിയുക എന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. അടുത്തത് നെയിം ദാറ്റ് ബൈൻഡ് ആൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ബിസിനസ്സുകാർ തമ്മിലുള്ള അസോസിയേറ്റ്സ് തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ എങ്ങനെയാകും മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ഭർത്താക്കന്മാർ ചിലർ വളരെ ഉയരത്തിലെത്തും, പരസ്പരം ഭയങ്കര ജോഡിയായിട്ട് നല്ല ഒരു ചേർച്ചയോടുകൂടി അവർ എന്ത് തീരുമാനം എടുത്താലും, ഞാൻ പറഞ്ഞിട്ടുണ്ട് മുകേഷ് അംബാനി, നീത അംബാനി, അവരുടെ ലൈഫ് അതിൻ്റെ സെയിം ഓപ്പോസിറ്റാണ് അനിൽ അംബാനി, ടിന അംബാനി എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ അവരുടെ പേരുകൾ എങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചത്. അതുപോലെ ധാരാളം വെസ്റ്റേണേഴ്സായിട്ടുള്ള ആക്ടേഴ്സും മറ്റ് ബിസിനസ്മാനും ഒക്കെ എങ്ങനെയാണ് അവർ ഇത്ര പെട്ടെന്ന് ഡൈവേഴ്സ് ആവുന്നത്, ഇവരുടെ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ. പിന്നീടാണ് മാസ്റ്ററിങ് നെയിം അനാലിസിസ്. ഇത് എല്ലാം കൊണ്ടും ഇതിനകത്തെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് നെയിം അനാലിസിസിൽ നിങ്ങൾക്ക് മാസ്റ്റർ ആവാൻ സാധിക്കും എന്നുള്ളതാണ്. എല്ലാ വിധത്തിലുള്ള ഇൻഫർമേഷനും ഇതിനകത്തൂടെ കളക്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ എല്ലാം ആദ്യത്തെ ഒരു 30-40 പേജ് സെയിം സിസ്റ്റം തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള എല്ലാം പുതിയ എക്സാമ്പിൾസും പുതിയ എൻവയോൺമെൻറ്റിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ആദ്യത്തേത് കുറച്ചുകൂടെ തറവാകാനും ഒക്കെ നിങ്ങൾ വിവിധങ്ങളായിട്ടുള്ള ഇത്തരം ബുക്കുകളിലൂടെ വിവിധങ്ങളായിട്ടുള്ള ആൾക്കാരുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ചും അവരുടെ ലൈഫിനെക്കുറിച്ചും ഒക്കെ പേരിലൂടെ മനസ്സിലാക്കുന്നത് വഴി നിങ്ങൾക്കൊരു തറവ് നോളജ് ലഭിക്കുന്നു എന്നുള്ളതാണ്. സോ ബേസിക്കായിട്ട് ഇപ്പോൾ മലയാളമാണെങ്കിൽ മലയാളത്തിൻ്റെ ബുക്കുണ്ട്, അതൊരെണ്ണം വാങ്ങുന്നത് നല്ലതായിരിക്കും. കാരണം ഇനിയുള്ള എൻ്റെ വീഡിയോസിലൊക്കെ ആൾക്കാരുടെ പേരുകൾ അനലൈസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് വളരെ കൗതുകവും അതുപോലെ തന്നെ അത്ഭുതവും അതുപോലെ തന്നെ വളരെ ഗൗരവതരമായിട്ടുള്ള നിങ്ങളുടെ പേരിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ അടുത്തുള്ളവരുടെയൊക്കെ പേരുകളെക്കുറിച്ച് നിങ്ങൾക്കൊരു ആങ്സൈറ്റീസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ അതിനെ ഒക്കെ അത് കറക്റ്റ് ചെയ്യാനും കൂടുതലായിട്ട് അതിനെ അറിയാനും ഒക്കെ നിങ്ങൾക്ക് ഈ ബുക്കുകൾ പ്രയോജനം ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.